ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ലക്ഷ്മി നായേഴ്സ് ട്രാവൽ വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് ഉച്ച സമയത്ത് ഇറങ്ങുന്നു. ഉച്ചയെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 11 മണിയായി. നല്ലൊരു അടിപൊളി ഭക്ഷണം കഴിക്കാൻ പോകുന്നുണ്ട്. ലഞ്ച് ഒരു എന്താ പറയുക, ഒരു ട്രഡീഷണൽ നമ്മുടെ സാധാരണ നാടൻ കേരള ലഞ്ചാണ്. ഇവിടെ അടുത്ത് തന്നെയാണ്, പുളിമൂട് ഭാഗത്താണ്, ഗാന്ധാരിയമ്മൻ കോവിലിൻ്റെ അടുത്ത്. അവിടേക്ക് പണ്ട് വീടുകൾ മതിലായിരുന്നു. ആ മതിൽ ഇത് ആള് കുത്തിയിട്ട് പുതിയ ആളെടുത്തു സെയിം പുള്ളിക്കാരി മതിലിടിച്ചു. അതിന്റെ ഒരു ഭംഗി അറിയാൻ പറ്റുന്നത്. ഞാനും യാദൃശ്യമായി എനിക്ക് ക്ലൗഡ് കിച്ചൺ ആയിരുന്നു. ക്ലൗഡ് കിച്ചൺ ആയിരുന്നു നേരത്തെ. വീട്ടിൽ തന്നെയാണ് ഞാൻ തുടങ്ങിയത്. ചികിത്സ കിച്ചൺ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടുന്ന് നമ്മൾ റെസ്റ്റോറൻറ്റിലേക്ക് പോകണം. ഇതിൽ വെച്ചോണ്ട് നിന്നപ്പോ ശ്രീകൃഷ്ണ അമ്പലത്തിൽ പോയിട്ട് വരുന്ന വഴിക്ക് എന്തോ ഇതിൽ ഈ വഴിക്ക് ഇവിടെ ബോർഡ് കിടക്കും. ഇവിടെ ആളുണ്ടായിരുന്നു. തുറന്ന് കയറിയപ്പോ തന്നെ മൊത്തം അടിപൊളി. ഈ ഒരു ശരിക്കും. പിന്നീട് ഞാൻ കിച്ചൺ സെറ്റ് ചെയ്തത് പിന്നീട് ഞാനും എനിക്കൊരു ബ്രദറുണ്ട്. അതുകൊണ്ട് ഞാൻ പറയാണ് ഇതേപോലെ ഒരു നല്ലൊരു സ്പേസ് ഓക്കെ. മാ റെസ്റ്റോറന്റ് പേര് കിട്ടും അല്ലേ? യുവർ നെയിം? അക്ഷയ്. അക്ഷയ് എം നായർ. ഓക്കെ, ബ്രദറും കൂടിയാണ് അല്ലേ? പുള്ളി ലൈവായിട്ട് ഇവിടെ ഇല്ലെങ്കിലും വേറെ സ്ഥലത്താണ്. ആക്റ്റീവ് ആണോ? ഓക്കെ, യു ആർ ഡൂയിങ് ഇറ്റ്. ഓക്കെ, അടിപൊളി. ഇവിടെ ഒരു തനി നാടൻ അല്ലേ, ഇലയില ഊണാണോ കൊടുക്കുന്നത്? ആ, ഇലയില പായസം ഉൾപ്പെടെയാണ്. 69. ഇപ്പൊ ഇച്ചിരി കൂട്ടിയോ? 10 രൂപ. ഇപ്പൊ 79 ആയി. എന്നാലും കുഴപ്പമില്ല, 79 ഒക്കെ വളരെ കുറവല്ലേ. പിന്നെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും സ്പെഷ്യൽ ഉണ്ടാവും അല്ലേ? ആ, ഫ്രഷ് ആയിട്ട് അന്നുള്ളത്. ഓക്കെ, നൈസ്. ഇന്നിപ്പോൾ നെത്തോലി ഉണ്ട്, എൻ്റെ ഫേവറേറ്റ് ആണ്. കരിമീന്, ചൂര, കൊഞ്ച് റോസ്റ്റ്, അയല എനിക്കിഷ്ടമാണ്. മത്തി ഫ്രൈ ഉണ്ട് കേട്ടോ. വലിയ വിലയൊന്നും ഇല്ല കേട്ടോ. 59, അയല 99. ഭയങ്കര കുറവാണല്ലോ. സ്റ്റാർട്ട് ചെയ്ത് 49 തൊട്ട് 299 ആണ്. തലക്കറി അങ്ങനെ ചൂലതല. ഇന്ന് എല്ലാ കാര്യങ്ങളും ഉണ്ട്. മാ റെസ്റ്റോറൻറ്റ് എമിനൻറ്റ് കിച്ചൺ ആണ്. ബെഞ്ചും ഡെസ്ക്. അമ്മ കോൺസെപ്റ്റ്. ഇവിടെ എല്ലാം ബെഞ്ചും ഡെസ്കും ആണ്. അതും നല്ലത് കേട്ടോ. ഓ, ഇല എടുക്കണം അല്ലേ? അത് നന്നായി. അതെ, തമിഴ്നാട്ടിലും ഒക്കെ അങ്ങനെയാണ്. മിക്ക ആളുകളിലും നമ്മൾ തന്നെ എടുത്ത് മാറ്റണം, ഇല എടുത്ത്. നല്ല കിച്ചൺ അല്ലേ? അടിപൊളിയാക്കിയിട്ടുണ്ട് കിച്ചൺ. അപ്പോൾ 11 മണി തൊട്ട് ഇവിടെ ലൈവ് ആകും ഓൺലൈനായിട്ട്. അതായത് സ്വിഗ്ഗി ആൻഡ് സൊമാറ്റോ വഴിയുള്ള ബിസിനസ്. പിന്നെ ആൾക്കാർ ഒരു 12 മണി തൊട്ട് വന്നു തുടങ്ങും. ആൾക്കാരൊക്കെ വരുന്നതിന് മുമ്പ് നമുക്ക് തുടങ്ങണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നേരത്തെ. ഓക്കെ, ഇവിടെ വന്നപ്പോൾ കണ്ട ഒരു പ്രധാന കാര്യം, ഒരു കൗതുകം എന്ന് പറയാം, അതായത് ഒരു ഭയങ്കര നല്ല കാര്യമൊന്നും പറയാം. അതായത് ഫ്രീ ആയിട്ട് സംഭാരം കൊടുക്കുകയാണ് എല്ലാവർക്കും. ഇത് ഷോപ്പിനോട് ചേർന്ന് തന്നെ ഒരു ഏരിയ വെച്ചിട്ട് അല്ലേ? അവരെ എല്ലാ ദിവസവും കൊടുക്കുന്നുണ്ടോ? ഓക്കെ. ഇന്നലെ സ്റ്റാർട്ട് ചെയ്തു. ഇന്നിപ്പോൾ നമുക്ക് കൂടെ കാണാം അല്ലേ? സ്വിഗ്ഗി സൊമാറ്റോ ആൾക്കാർ വരുമ്പോൾ അവർക്കും കൊടുക്കും. ഇപ്പോൾ പൊതുജനത്തിനും കൂടി ഓപ്പണായി. ഒരു നല്ല കാര്യമാണ് ചെയ്യുന്നത്. ഈ ഒരു ചൂടത്ത് ആൾക്കാർക്കൊക്കെ ഒരു ദാഹജലം കൊടുക്കുക എന്ന് പറയുമ്പോഴേ എല്ലാവർക്കും കൊടുക്കും. ചേട്ടൻ വാങ്ങിക്കാൻ നിൽക്കുവാണോ? ഓ, റെഡി. സംഭാരം. ഓക്കെ. അപ്പോൾ അദ്ദേഹത്തിന് കൊടുത്തോട്ട് നമ്മൾ തുടങ്ങുന്നു. ഓക്കെ, ആശ്വാസം തന്നെയാണ്. റോഡിലൂടെ പോകുന്ന എല്ലാവർക്കും ഇവിടെ വന്നാൽ മതി. മാ റെസ്റ്റോറൻറ്റിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെയാണ് അവരുടെ തണ്ണീർ പന്തൽ. ഫ്രീ ആയിട്ട് എല്ലാവർക്കും മോര് കൊടുക്കുന്നു. ഞാൻ ചോറുണ്ണാൻ വന്നതാണ്, പക്ഷെ എനിക്ക് മോര് കിട്ടി. കോംപ്ലിമെൻ്റ്. അങ്ങനെ മോരൊക്കെ കുടിച്ച് അകത്ത് കയറി ഇരിക്കുകയാണ്. ഇതിനകത്ത് ഒരു ചൂടുമില്ല, ഭയങ്കര സുഖം. നമ്മൾ ഈ സമ്മറായിട്ട് ഞാൻ വിചാരിക്കുകയായിരുന്നു ഉച്ച സമയത്തൊക്കെ എങ്ങനെയാണ്, പക്ഷെ നമുക്ക് ഇറങ്ങിയല്ലേ പറ്റുള്ളൂ. അപ്പോൾ നല്ല സ്ഥലങ്ങളൊക്കെ പോയി കഴിക്കണം എന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് എത്ര ചൂടാണെങ്കിലും വരണം. അപ്പോൾ ഈ മാ റെസ്റ്റോറൻ്റ് എന്ന് പറഞ്ഞ് വന്നപ്പോൾ ഇവിടെ ആ ട്രഡീഷണൽ ഹൗസാണ്. ആ ട്രഡീഷണൽ വേയിൽ തട്ടടിച്ച ഓടിട്ട ബിൽഡിങ്ങാണ്. അത് കാരണം 100 വർഷം പഴക്കമെന്ന് പറഞ്ഞല്ലോ. അതായത് ചൂടെന്ന് പറഞ്ഞ സാധനമില്ല, നല്ല തണുപ്പ്. ഇവിടെ ഒരു AC യുടെ പോലും ആവശ്യമില്ല. സാധനമുണ്ട്, പക്ഷേ ഭയങ്കര കൂൾ. പുറത്ത് നല്ല സ്കോച്ചിങ് ഹീറ്റ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്യാണ് എൻ്റെ ഭക്ഷണം വരാനായിട്ട്. അപ്പോൾ ഇലയില ഊണാണ്. എനിക്കിഷ്ടപ്പെട്ട കുറച്ച് മീനും കൂടി പറയാം. അപ്പോൾ 79 രൂപയേ ഉള്ളൂ സാധാരണ ഒരു മീൽസ് ഇവിടെ. അതിനോടൊപ്പം നമ്മൾ എക്സ്ട്രാ പറയുന്നത് സെപ്പറേറ്റ്.
അപ്പോൾ നമ്മുടെ ഭക്ഷണം റെഡി. ഞാനാണെന്ന് തോന്നുന്നു ആദ്യത്തെ അല്ലേ വന്ന് കഴിക്കുന്ന ആൾ. ഓക്കെ, ഇല ഊണ്. വെള്ളം വേണമെന്നില്ലേ? ആണോ? കഴുകി തുടച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ വെള്ളം കുടഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. ഇതിപ്പോൾ നമ്മൾ 79 റുപ്പീസിൻ്റെ ഊണാണ് ആദ്യം വയ്ക്കാൻ പോണത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്പെഷ്യലായിട്ടുള്ളത് പറയാം. ഓക്കെ ഓക്കെ. ഈ ഊണിൻ്റെ കൂടെ മീൻ കറിയുടെ ചാറോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കുമോ? ഫിഷ് ഗ്രേവി, ആ, മോര് കാണും, പിന്നെ ഒഴിച്ചു കറി, ആ, പിന്നെ തൊട്ട് കറി, ഏതെങ്കിലും ഒരു 4 കറി, അച്ചാറ്, ഒരു മിനി സദ്യയുടെ എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. ഓക്കെ, നിർത്തി വെച്ചിരിക്കുവാണ്. ഇനിയിപ്പോൾ ഗ്യാസ് വരുമ്പോൾ വീണ്ടും തുടങ്ങും. ഓക്കെ, ചൂടുവെള്ളമാണ് അല്ലേ? ഓക്കെ, ഒരു ഫോർമാലിറ്റിക്ക് എല്ലാവരും ഇങ്ങനെ നിങ്ങൾ ഇടുന്ന അച്ചാറാണ്. ഓക്കെ, നാരങ്ങ ഓരോ ദിവസം മാറി മാറി ആയിരിക്കും അല്ലേ? ഇന്നിപ്പോൾ ബീട്രൂട്ടാണ്. ഓക്കെ, മതി മതി. അച്ചിങ്ങ പയറും മെഴുക്ക് വരട്ടി അല്ലേ? അവിയൽ. ഇതിങ്ങനെ കറികൾ മാറും. ഇങ്ങനെ മാറി മാറി വരും. ഇപ്പം ഇത്രയും എന്തായാലും 3 അച്ചാർ ഉൾപ്പെടെ 4 തൊട്ട് കറി ഉണ്ടാവും. ഒഴിക്കാനൊരു 4 കാര്യം ഉണ്ടാവും. മീനിൻ്റെ ചാറും. ചമ്പാവരിയാണോ അതോ? ഓക്കെ, ചമ്പാവരി ചോറ് തന്നെയാണ് കൊടുക്കും. എനിക്ക് ചമ്പാവരിയാണ് ഇഷ്ടം. വൈറ്റ് റൈസ് എനിക്ക് ഇഷ്ടമല്ല. ഇഷ്ടമല്ല മീൻസ് ചിലപ്പോൾ കഴിക്കും, വേറെ ചില സ്ഥലത്ത് അതല്ലേ ഉണ്ടാവുള്ളൂ. എനിക്ക് സുലേഖ അങ്ങനത്തെ അരിയോട് കൂടുതൽ താല്പര്യമില്ല. പൊന്നിയരി ഈസ് ഓക്കെ ഫോർ മീ. പക്ഷേ ഐ പ്രിഫർ നമ്മുടെ നാട് മട്ട റൈസ്. അതാണ് എൻ്റെ പ്രിഫറൻസ്. കുറച്ച് മതി കേട്ടോ. ഓക്കെ, ആ മതി. യെസ്, താങ്ക് യു. ചോറും എത്തി. ഇനി ബാക്കി ഒഴിച്ച് കറികൾ വരും. മോര്, പുളിശ്ശേരി, സാമ്പാർ, പിന്നെ മീൻചാറ് അല്ലേ? ഓക്കെ, അതാണ് വരുന്നത്. അതാണ് തൂക്കെന്ന് പറയുന്നത് അല്ലേ? കാര്യങ്ങൾ 4 തൂക്കിനകത്ത് കറിയിടാം. മോര്, പുളിശ്ശേരിയും മീൻചാറും ഞാൻ കട്ടോരിയിൽ എടുക്കാം. മതി. അത് ഞാൻ എല്ലാം ഒഴിക്കുന്നില്ലല്ലോ, കുറച്ച്. അപ്പോൾ നിങ്ങൾക്കിതൊരു പ്രൊമോഷനായിട്ട് തോന്നുന്നുണ്ടല്ല. സോറി, ഇതൊരു പ്രൊമോഷൻ വീഡിയോ അല്ല. ആക്ച്വലി ഞാൻ ഈ റെസ്റ്റോറൻറ്റിനെ കുറിച്ച് കേട്ടിട്ട് ഞാൻ ഇവരെ വിളിച്ച് ചോദിച്ചിട്ടാണ് വന്നത്. വിളിച്ച് പറഞ്ഞു ഇങ്ങനെ വരികയാണ്, നിങ്ങളുടെ ഇതൊന്ന് ഷൂട്ട് ചെയ്താൽ എനിക്ക് കൊള്ളാമെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു. അങ്ങനെയാണ് വന്നത്. എനിക്ക് അയല ഇതെങ്ങനെ നമ്മൾ ഡീപ് ഫ്രൈ ആണോ അതോ ഷാലോ ഫ്രൈ ആണോ? വറുത്ത് വരുവാണോ? കുറച്ച് എണ്ണ ഇട്ടിട്ടല്ലേ? ഓക്കെ ഓക്കെ, അതാണ് എനിക്ക് കൂടുതൽ. ഭയങ്കര വലിയ ഇന്നത്തെ സ്പെഷ്യൽ തലക്കറി. ഓക്കെ, ഇരിക്കട്ടെ. ചൂരയുടെ തല. ഇതൊരു 4-5 പേർക്ക് ഒന്നിച്ച് കഴിക്കാൻ പറ്റുന്ന കാര്യമാണ്. ഒരു ഫാമിലി ഫുള്ള് വന്നു കഴിഞ്ഞാൽ 299 ഒരു നല്ല തലക്കറി കഴിക്കാം. പിന്നെ നെത്തോലി ഫ്രൈ, എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ എടുക്കാം. ഇത് മത്തിയല്ലേ? മത്തി ഫ്രൈ ആൻഡ് അയല ഫ്രൈ. മതി. ആൻഡ് ചൂരക്കറിയുണ്ട്, തലക്കറിയാണെങ്കിൽ തലക്കറിയുണ്ട്, ചൂര ഫ്രൈയും കറിയുണ്ട് അല്ലേ വേണമെങ്കിൽ? ഓക്കെ, കറിയും വരും. അതെങ്ങനെ വറുത്തരച്ച കറിയാണോ? ഇത് നമ്മുടെ എന്താ ട്രിവാൻഡ്രം കറി. മുരിങ്ങയ്ക്കൊക്കെ ഇടുമോ? മുരിങ്ങയ്ക്ക തക്കാളിയൊക്കെ ഇട്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ആ ഗ്രേവിയാണോ ഇവർക്ക് കൊടുക്കുന്നത്? അല്ല, ദാറ്റ്സ് ഡിഫറെൻറ്റ്. ഓക്കെ, ഗ്രേവി കുറച്ചുകൂടെ ലൂസായിട്ടൊരു ഒഴിച്ച് കറിയെ പോലെ കൊടുക്കുന്നതാണ്. ഇത് ചൂരക്കറി, ട്രിവാൻഡ്രം സ്റ്റൈൽ കറി കഴിക്കണമെങ്കിൽ ഇവിടെ വരാം. സാധാരണ പുളിയൊക്കെ ഒഴിച്ചിട്ട്, പുളി, ടൊമാറ്റോ, മുരിങ്ങയ്ക്ക, പിന്നെ മാങ്ങ ഉള്ള സമയത്ത് മാങ്ങ ഇടും. ഓക്കെ ഓക്കെ, സന്തോഷം. ഉണ്ട്, ഇനി ഇട്ട് തുടങ്ങാം അല്ലേ? ഓക്കെ, സോ ദിസ് ഇസ് ഇറ്റ്. ഇവർക്ക് സ്വിഗ്ഗി സൊമാറ്റോ വഴി ഇഷ്ടംപോലെ ഓർഡേഴ്സ് പോകുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഞാൻ നേരത്തെ വന്നിരിക്കുക, 12 മണി ആയിട്ടില്ല കഴിക്കാൻ തുടങ്ങുന്നത്. അടിപൊളി. അത് കറികൾ എന്തായാലും അത്യാവശ്യം നല്ല എരിവുള്ള കറിയാണേ. മീൻ്റെ സ്പെഷ്യൽ ഇന്നോട്ട് തുടങ്ങാണ്. ചമ്മന്തി എന്നാലും എല്ലാ ദിവസവും ഇതിലാക്കാൻ പോകും അല്ലേ? ചമ്മന്തി ചോറ് മാത്രം കഴിച്ച് നോക്കിയാൽ എന്ത് ടേസ്റ്റ് അറിയാം. തേങ്ങാ ചമ്മന്തി അടിപൊളി. എല്ലാ കാര്യങ്ങളും നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന നാടൻ രീതിയിൽ നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കില്ലേ, അമ്മമാരുണ്ടാക്കുന്ന പോലെ. നിങ്ങളുടെ സ്വന്തം, അവരല്ലാണ്ട് വേറെ ഒന്നും ചെയ്യുന്നില്ല, ആഡ് ചെയ്യുന്നില്ല. വെളിച്ചെണ്ണയിലാണോ ഉപയോഗിക്കുന്നത്? ഫിഷൊക്കെ ഫ്രൈ ചെയ്യുന്നതല്ല. ഓക്കെ, ഫിഷ് ഫ്രൈ. നെത്തോലിയിൽ നിന്ന് തുടങ്ങാം. എപ്പോൾ നെത്തോലി കാണുമ്പോൾ ഞാൻ മോനെയാണ് ഓർമ്മിക്കുന്നത്. എൻ്റെ മോൻ്റെ ഫേവറേറ്റാണ്. മത്തി, വെരി നൈസ്. പുളിശ്ശേരിയും ചമ്മന്തി കോമ്പിനേഷൻ. തവിയൽ നല്ല രസമാണ് അങ്ങനെ മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ.
ഇത്രയും വലിയൊരു തല ഞാൻ പിടിച്ചാൽ വീഴില്ല, കാരണം കാണാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. എനിക്ക് കഴിക്കാൻ പറ്റില്ല അത്രയും വലുത്. കാര്യം ഞാനിപ്പോൾ ഒറ്റയ്ക്ക് അങ്ങനെ പാടാ. ഫ്രൈ എല്ലാം നല്ല രസമുണ്ട്, മത്തിയെല്ലാം നല്ലതുണ്ട്. പിന്നെന്താ നത്തോലി, മൈ ഫേവററ്റ്, ഗംഭീരം. നമ്മുടെ വീട്ടിലെ ഒരു ഊണെന്ന് ഉള്ള കോൺസെപ്റ്റ് വരിക, ഒട്ടും കമേഴ്ഷ്യലായിട്ടല്ല, അതൊക്കെ ഒരു ഹോട്ടൽ ഭക്ഷണം എന്നുള്ള രീതിയിൽ നോക്കണ്ട. ജസ്റ്റ് ലൈക്ക് എ ഹോംലി ഫുഡ്. അടിപൊളി. എനിക്ക് പക്ഷേ ഒരുപാട് എരിവ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് മാത്രം മീൻ കറി എനിക്ക് കുറച്ച് സ്പൈസി ആയിട്ട് തോന്നി. പക്ഷേ സാധാരണ എല്ലാവർക്കും അത് കറക്റ്റ് ആയിരിക്കും. ബാക്കിയെല്ലാം കറക്റ്റ് മൈ ടേസ്റ്റ്. ഓക്കെ, എല്ലാം ഒന്ന് കഴിച്ച് തീർക്കട്ടെ. പായസം ഇന്നത്തെ സ്പെഷ്യൽ അതാ. ഓ അത് ശരി, അത് ശരി. ഇദ്ദേഹമാണ് ഇവിടുത്തെ ഷെഫ് കേട്ടോ, മാസ്റ്റർ ഷെഫ്. ഞങ്ങൾ നാട്ടുകാരോ, അപ്പം എനിക്ക് അവിടുത്തെ ഒരു രുചിയൊക്കെയാണ് ഫീൽ ചെയ്യുന്നത്. കോഴിക്കോട് ആ ഭാഗത്തേക്കൊക്കെ ഉള്ളല്ലേ. ഓക്കെ, അങ്ങനെ ഭക്ഷണം എല്ലാം കഴിഞ്ഞ് റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇറങ്ങുകയാണ്. മനസ്സും വയറും ഒക്കെ നിറഞ്ഞ് ഇതേ ഓണറിൻ്റെ അടുത്ത് തന്നെ പറഞ്ഞിട്ട് പോവാം. ഓക്കെ, സന്തോഷം, താങ്ക് യു സോ മച്ച്. ഓക്കെ, ഞാൻ പറയായിരുന്നു ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല, ഞാൻ അല്ലാണ്ട് വിളിച്ച് പറഞ്ഞിട്ട് വന്നതാണ്. അപ്പോൾ ഒരു ജെന്യുവൻ റിവ്യൂ ആണ്. ഓക്കെ, ശരി എന്നാൽ, താങ്ക് യു, ബൈ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം താങ്ക് യു സോ മച്ച്, താങ്ക് യു ഫോർ വാച്ചിങ്. കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ അടുത്തോടനെ വരണം. ഓ വരണം.